എന്ത് പറ്റിയിട്ട് എന്തിനാ കിടന്ന് മൂങ്ങുന്നേ? എന്ത് പറയാനാ, ആ ഒരു ബിൽഡറിനെ വിശ്വസിച്ച് 50 ലക്ഷം രൂപ കൊടുത്തു. ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ സ്വിച്ച് ഓഫ്, ഒരു വിവരവും ഇല്ല. ഫ്ലാറ്റ് എപ്പം തന്നെ എന്താവുന്നൊന്നും എനിക്ക് അറിയില്ല. ഈ റേറ രജിസ്റ്റേർഡ് പ്രോജക്റ്റ് ആണോ വാങ്ങിച്ചത്? റേറയോ? അതെന്താ? എന്നെ ബിൽഡർ വിളിച്ചു, ഞാൻ പോയി വാങ്ങി, അത്രേ ഉള്ളൂ. അതാണ് ശരിക്കും മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. റേറ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. അതിന്റെ പവർ എന്താണെന്ന് എനിക്കറിയോ? അപ്പൊ ഇതെങ്ങനെയാ വർക്കാവുന്നത്? ഞാൻ കൊടുത്ത എന്റെ 50 ലക്ഷം എനിക്ക് തിരിച്ചു കിട്ടുവോ? അതാണ് റേറയുടെ സെക്ഷൻ 18 പ്രകാരം നിനക്ക് ഒരു ബിൽഡർ ഒരു പ്രോപ്പർട്ടി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ പ്രോപ്പർട്ടി നിനക്ക് തന്നില്ലെങ്കിൽ നീ എത്ര രൂപയാണോ ആ ബിൽഡർക്ക് കൊടുത്തത് അതിന്റെ ഇൻട്രസ്റ്റ് സഹിതം നിനക്ക് അവർ തിരിച്ചു തരണം. സത്യമാണോ? അയാളും ആ ഫ്ലാറ്റിന്റെ ബ്രോഷർ കാണിച്ചപ്പോ സ്വിമ്മിംഗ് പൂളും ജിമ്മും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി നോക്കിയപ്പോ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈ ബ്രോഷറിനകത്ത് കാണിച്ച സാധനങ്ങൾ ആക്ച്വലി പ്രോപ്പർട്ടിക്കകത്ത് ഇല്ലെങ്കിൽ റേറയുടെ സെക്ഷൻ 12 പ്രകാരം നിനക്ക് റീഫണ്ടും അവർ തരണം. അത് മാത്രമല്ല അത്രയും കാലത്തെ ഇൻട്രസ്റ്റും ഈ കമ്പനി നിനക്ക് തരണം. അത് മാത്രമല്ല നിനക്കൊരു ഫ്ലാറ്റ് അവർ ഹാൻഡ് ഓവർ ചെയ്തു എന്നിരിക്കട്ടെ, ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ ആ ഫ്ലാറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ എന്തെങ്കിലും പ്രശ്നങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു ബിൽഡർ അത് ഫ്രീ ആയിട്ട് നിനക്കത് റിപ്പയർ ചെയ്ത് തരണം എന്നാണ് നിയമം. ഡിഫക്ട് ലയബിലിറ്റി റൂൾ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇതൊക്കെ കുറച്ച് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അതൊക്കെ പോട്ടെ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്നുമില്ല, നീ നേരെ റേറയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് അങ്ങ് ഫയൽ ചെയ്താൽ മതി. നിങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോൾ വീട് വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്തും ഈ പ്രോപ്പർട്ടി റേറയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. Boss Wala. Be the boss.